ഭാരത ചരിത്രം പരിശോധിച്ചാലും ലോക ചരിത്രം പരിശോധിച്ചാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ പഠിച്ചതുപോലെ അല്ല ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ചരിത്രം പഠിക്കാനായി പോകുന്നത്. പലവിധമായ കെട്ടുകഥകളും പങ്കിളിക്കഥകളും മതത്തിൻ്റെ ഭാഗങ്ങളും സിലബസിനോട് ചേർത്ത് വച്ച് പൊട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു തലമുറ ഭൂമിയിൽ ഉടലെടുക്കാൻ പോകുന്നു. മറ്റൊന്നുമല്ല, അത് സത്യത്തിൽ നിന്നും ആളുകളെ വ്യതിചലിപ്പിക്കേണ്ടതിനാണ്. നാം ഇന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ശരിക്കും നമ്മുടെ കുട്ടിക്കാലത്ത് ആളുകൾ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. എഴുതിയിട്ടുള്ളത് നമ്മൾ ഗ്രഹിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നാം നമ്മുടെ തലമുറകളെ സത്യത്തിൻ്റെ ഗവേഷകന്മാരാക്കി മാറ്റണം. നിലവിലുള്ള ചരിത്രങ്ങളെ, സത്യമായ ചരിത്രങ്ങളെ പൊളിച്ചെഴുതുകയോ മറ്റൊരു ചരിത്രം ചമയ്ക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ബെസ്റ്റ് ഹിസ്റ്റോറിയൻസായി മാറണം. ചരിത്രരേഖകളെ ഘടിപ്പിച്ച് വരും തലമുറയ്ക്ക് ഇതാണ് ചരിത്രം എന്ന് എഴുതി പിടിപ്പിക്കുന്ന ആളുകളുണ്ടാകണം. എന്നാൽ മാത്രമേ അടുത്ത ഒരു തലമുറ സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയുള്ളൂ. ചരിത്രത്തെ കോട്ടിക്കളഞ്ഞാൽ, സത്യമായ യാഥാർത്ഥ്യങ്ങളെ തെറ്റായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറ വഷളത്വത്തിലേക്ക് പോകും. അടുത്ത തലമുറ അസത്യത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ കേൾപ്പാനായിട്ടിടയായിത്തീരുന്നത്. ഇതൊരു ചരിത്രമാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ഇല്ലാത്തവരായി തീർന്നു. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. മാനവരാശിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മാറ്റിവെക്കാൻ കഴിയാത്ത അനർഘമായ ഒരു ഈരടിയാണ് വേദപുസ്തകത്തിലൂടെ വേദപുസ്തകം നൽകുന്നത്, മാനവർക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ദൈവം വാസ്തവത്തിൽ ചരിത്രത്തിലൂടെ സംസാരിക്കുകയാണ്. വേദപുസ്തകം പരിശോധിച്ചാൽ ലോകചരിത്രത്തിൻ്റെയും മാനവചരിത്രത്തിൻ്റെയും ആദ്യം മുതൽ അവസാനം വരെയുള്ള ശരിക്കുള്ള ചരിത്രം വേദപുസ്തകം നൽകുന്നുണ്ട്. ഇനി മാനവകുലത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ ചരിത്രപരമായി പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് വേദപുസ്തകം. നിലവിൽ ഇതുവരെ മാനവകുലം ഉണ്ടായ കാലം മുതൽ ഏകദേശം യേശുവിൻ്റെ കാലം വരെയുള്ള ചരിത്രങ്ങളെ ശകലങ്ങളായി ചരിത്രഭാഗമായിട്ട് തന്നെ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുസ്തകത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് അധ്യാപകരോടും വേണമെങ്കിൽ സുവിശേഷമായി നിങ്ങൾക്ക് പറയാം, എല്ലാ തലമുറയോടും നിങ്ങൾക്ക് വിളിച്ചു പറയാം, ബൈബിൾ ഈസ് എ ഹിസ്റ്റോറിക്കൽ ബുക്ക്. ഹല്ലേലൂയ. വേദപുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ്. നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിക്കാനായി കടന്നു വരുന്ന ചരിത്ര അധ്യാപകരോട് അവർക്ക് യാതൊരു കാര്യങ്ങളും ഈ പുസ്തകവുമായി ബന്ധം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ പുസ്തകത്തെ പരിപാലനമായി ഇതിലെ ചരിത്രങ്ങൾ സത്യമായവയെന്ന് പരിശോധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സെക്കുലർ അധ്യാപകരായിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി ഇത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വളരെ കാര്യമായി അക്കാര്യം ശ്രദ്ധിക്കുകയും ഈ പുസ്തകം ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് ചരിത്ര അധ്യാപകൻ ഉൾപ്പെടെ ചരിത്ര ക്ലാസ്സിൽ നിങ്ങൾ സവിസ്താരം പ്രസ്താവിക്കേണ്ടതാണ്. അത് വാസ്തവത്തിൽ സുവിശേഷത്തിൻ്റെ മാറ്റൊലി വർദ്ധിപ്പിക്കുകയും യേശുവിനെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ ക്ലാസ് റൂമിൽ ഇടയാവുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അവഹേളിക്കപ്പെട്ടേക്കാം, അപമാനിക്കപ്പെട്ടേക്കാം. പക്ഷെ അടുത്ത നിമിഷം ദൈവം നിങ്ങളെ ആ ക്ലാസ് റൂമിനകത്ത് ഉയർത്തുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അനേക കുട്ടികളുടെ ചരിത്രങ്ങൾ എനിക്ക് നന്നായി ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ വിളിച്ചിട്ട് അവനോട് ചോദിച്ചു, നമുക്ക് എത്ര കിഡ്നി ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു 4 കിഡ്നി ഉണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടിയെ അവഹേളിച്ച് അപമാനിച്ച് ക്ലാസ് റൂമിൽ നിന്നും ഇറക്കി വിട്ടു. ആ കുഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അധ്യാപകന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, സാറിൻ്റെ ചോദ്യം തെറ്റാണ്. സാറ് ചോദിച്ച ചോദ്യം ശരിയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഉത്തരവും ശരിയാണ്. സാറ് ചോദിച്ച ചോദ്യം തെറ്റാണെങ്കിൽ ഞാൻ പറഞ്ഞ ഉത്തരവും തെറ്റാണ് എന്ന് പറഞ്ഞപ്പം പോടാ എന്ന് പറയുകയും നീ
പശുവിനെ പോലെ കാളയെ പോലെ പോയി പുല്ല് തിന്നടാ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി തിരിച്ചു പറഞ്ഞു, സാറേ ഞാൻ പുല്ല് പറിച്ചോണ്ട് വരാം, ഒരു ചായയോടെ വാങ്ങിച്ചു വച്ചിരുന്നാൽ അത് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു. കുപിതനായ അധ്യാപകൻ കുട്ടി ഇവിടെ പോയില്ല, അവിടെ വീണ്ടും നിന്നിട്ട് പറഞ്ഞു, സാറ് ചോദിച്ചത് നമുക്ക് എത്ര കിഡ്നി ഉണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ സാറിനും എനിക്കും എത്ര കിഡ്നി ഉണ്ടെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത് 4. അധ്യാപകൻ ക്ലാസ് റൂമിനകത്ത് ശരിക്കും അപമാനിക്കപ്പെട്ടു. എല്ലാ കുട്ടികളും ചേർന്ന് ഉച്ചത്തിൽ കൂകി വിളിച്ചു. ഞാൻ പറഞ്ഞത് ചില അധ്യാപകരൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് മണ്ടത്തനങ്ങളൊക്കെ വിളിച്ചു പറയും. സ്വതന്ത്രം. പക്ഷേ വചനത്തിൽ പരിജ്ഞാനമുള്ള കുഞ്ഞുങ്ങൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നാൽ അപ്പോൾ അപമാനിക്കപ്പെട്ടാലും നിങ്ങൾ ഓർക്കണം, ഞാൻ അപമാനിക്കപ്പെട്ടത് എനിക്ക് മുമ്പേ കാൽവരി ക്രൂശിൽ തൂങ്ങപ്പെട്ട നാസറേനായ യേശു എനിക്ക് വേണ്ടി അപമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു കഴിഞ്ഞു. അവന്റെ നാമനിമിത്തം ഞാൻ അപമാനിക്കപ്പെടുന്നതിൽ ഖേദമില്ല എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ക്രിസ്തു നിമിത്തം നിങ്ങൾ അപമാനിക്കപ്പെട്ടാൽ, നിന്ദിക്കപ്പെട്ടാൽ കർത്താവ് പറയുന്നു അത് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾ വായിച്ചു നോക്കൂ. വീട്ടിൽ പോയി അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു ഭാഗ്യപദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഏതു വിധേനയും കർത്താവിനെ ഉയർത്താൻ നിങ്ങൾ വളരെ ബാധ്യസ്ഥരാണ്. ഇവിടെ 3 കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ അനേക കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും എൻ്റെ ഉള്ളിൽ വന്ന 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. 1, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം വ്യത്യസ്തരായിരിക്കണം. 2, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവ തേജസ്സുള്ളവരായി മാറണം. 3, നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ കുറ്റവിമുക്തരായിരിക്കണം. ഇത് എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ്. ഈ പ്രധാന 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാനവരാശിക്ക് വേണ്ടി കർത്താവായ യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതിൽ പ്രാരംഭമായി പറയുന്ന ഭാഗം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു വ്യത്യാസമില്ല. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ വളരെ സ്പഷ്ടമായ ചില ഈരടികൾ പറയാനിടയായി. 29-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഉറക്കെ വായിക്കാമോ? 3-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. ഒരു വ്യത്യാസമില്ല. ഇതങ്ങനെ എഴുതുവാൻ കാരണം ഇന്നത്തെ പോലെ അന്നത്തെ ആളുകളും ചില ആളുകൾക്ക് വ്യത്യാസമുണ്ട്, ചില സമൂഹങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ കാലഘട്ടം കുറവല്ല എന്ന് നാം മനസ്സിലാക്കണം. ആളുകളും ധാരാളം അങ്ങനെ പറയുന്നുണ്ട്. ഭാരതത്തിലും ആളുകളെ പല ചെയ്തികൾ ഒതുക്കി മാറ്റിയിരുന്ന, വിഭാഗീയതായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾക്കറിയാം. ലോകവ്യാപകമായി ആളുകൾ അവൻ വ്യത്യസ്തരാണ് എന്ന് ചിന്തിക്കുന്നു. സഹോദരം, പക്ഷെ ദൈവം പറയുന്നു വ്യത്യാസമൊന്നും ഇല്ല. ഒന്ന് വായിച്ചാലും. ജീസസ് അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? മറ്റ് ജനതകളുടെയും ദൈവമല്ലയോ? ആണോ? ഈ വേദപുസ്തകത്തിൽ തന്നെ ജാതികളുടെ ദൈവം എന്ന് പ്രസ്താവിക്കപ്പെടുന്നത് തന്നെ നമ്മുടെ വേദപുസ്തക പരിഭാഷയിൽ നാം ചരിത്രം പരിശോധിച്ചാൽ ഇവിടുത്തെ ബ്രാഹ്മിൻ പണ്ഡിറ്റുകൾ ഇംഗ്ലീഷ് മിഷണറിമാരോട് കൂടെ ചേർന്നിരുന്ന് ബൈബിൾ പരിഭാഷപ്പെടുത്തി എന്നുള്ളതാണ് നമ്മുടെ കയ്യിരിക്കുന്ന പ്രോട്ടസ്റ്റന്റ് ബൈബിൾ. കാരണം ഒരു ബ്രാഹ്മണന്റെ ചിന്തയിൽ അവൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മറ്റ് ഹീനജാതികൾ എന്നൊരു ചിന്തയാണ്. ഒരു ജാതീയ ചിന്തയിലല്ല വേദപുസ്തകം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിന്റെ മൂലഭാഷ നാം പരിശോധിക്കുമ്പോൾ ജനതകൾ എന്നാണ് അർത്ഥം. പലവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി വായിക്കുമ്പോൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി വായിക്കുക, ഗ്രഹിക്കുക. ഭൂമിയിലെ സകല ജനതകളും, ആ ജനതകളെ കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് അവർ ശാസ്ത്രിമാരാണ്, അവർ ബുദ്ധിമാന്മാരാണ്, അവർ ജ്ഞാനികളാണ്, അവർ വിദുരരാണ്. വിദുരർ മീൻസ് ബുദ്ധിമാന്മാർ. അങ്ങനെ ആ സെൻസിലാണ് വേദപുസ്തകം പറയുന്നിരിക്കുന്നത്. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലേ? ഈ ലോകത്തിൽ ജ്ഞാനമുള്ളവരെ മുഴുവൻ അടച്ചു പറയുന്ന ഒരു ഭാഷാധ്വനിയാണ് നമ്മുടെ ട്രാൻസ്ലേഷനിൽ ജാതികൾ അഥവാ ജനതകൾ എന്ന് പറയുന്നത്. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ യഹൂദന്മാരും മറ്റു ജനതകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന്
യഹൂദന്മാർ ആക്രോശിച്ചിരുന്ന, യഹൂദന്മാർ ഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഭാരതത്തിലും അങ്ങനെയാണ്. ക്ഷത്രിയ, ബ്രാഹ്മണ, വൈശ്യ, ശൂദ്ര എന്നൊക്കെ പറയുന്ന ഒരു വലിയ വിഭാഗം തന്നെ വിഭാഗികതയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളത് മുഴുവൻ അഗ്നി നരകത്തിലെ വിറകൊള്ളികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിന്താഗതിയിൽ അധസ്ഥിതർ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന ഒരു വലിയ കാലഘട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. ഏത് രാജ്യങ്ങൾ പരിശോധിച്ചാലും അങ്ങനെ തന്നെ. നാം യൂറോപ്പിലേക്ക് സഞ്ചരിച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നറിയപ്പെടുന്ന നിലയിൽ, വൈറ്റ് എന്ന് പറയുന്ന ആളുകൾ വെളുപ്പന്മാർ, സായിപ്പന്മാർ, അവരാരോ വലിയ ആളുകളാണ്, അവർ ദൈവത്തിന്റെ ആളുകളാണ്, തൊക്ക് കറുത്തു പോയതുകൊണ്ട് അവർ ഹീനജാതിയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് കോളർ ഉയർത്തി പറയുന്ന ഒരു സമൂഹം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു, എല്ലാ ഇടങ്ങളിലും ഉണ്ടായിരുന്നു. അതുപോലെ ദൈവത്തിന്റെ ജനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇസ്രായേൽ ജനതയുടെ നടുവിലും യേശു ക്രിസ്തുവിനെ ഉയർത്തിയപ്പോ, യേശു പാപവിമോചകൻ എന്ന് ഉയർത്തപ്പെട്ടപ്പോ, യേശുവിന്റെ രക്തം വീണ്ടെടുപ്പിന് കാരണം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞില്ല, ഞങ്ങൾ പൊന്നും വെള്ളിയും ദേവാലയത്തിൽ കൊടുത്തു വീണ്ടെടുപ്പ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ട് യേശുവിന്റെ രക്തത്തിന് എന്ത് പ്രാധാന്യം എന്ന് യഹൂദന്മാർ ചോദിച്ചതിന് മറുപടിയായി 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമായി നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായി കുഞ്ഞാട്ടിന്റെ വലിയ രക്തം കൊണ്ടത്രേ. നിങ്ങൾ വ്യർത്ഥവും പിതൃപാരമ്പര്യമായി ദേവാലയത്തിൽ കൊടുക്കുന്ന വെള്ളി പൊന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല എന്ന് പത്രോസ് ഉറക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഇന്നും യഹൂദൻ, ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോ എന്തോ സവിശേഷത ഉള്ള സമൂഹം എന്ന് വ്യാമോഹിച്ച് പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. സ്തോത്രം. ദൈവരാജ്യ പ്രവേശനവും യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയുടെ സാധ്യതയും, ഒരു മനുഷ്യൻ പാപപരിഹാരം നേടുന്നതും ദൈവമകനായി തീരുന്നതും ആധ്യാത്മിക മണ്ഡലത്തിൽ യഹൂദനെന്നോ യവനനെന്നോ മറ്റ് ജനതകളെന്നോ ഒരു വ്യത്യാസമില്ല എന്ന് ഉറക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ സമൂഹങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലെന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ സമൂഹങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പോലെ ആണിനും പെണ്ണിനും വ്യത്യാസമുണ്ട് എന്ന് സ്ഥിരീകരിച്ചു പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 24 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നു, in Christ Jesus there is no difference in between women and man or men. പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ക്രിസ്തയേശുവിൽ അവർ തുല്യരത്രേ എന്നെഴുതിയിരിക്കുന്നു. ഇങ്ങനെ ലോകം വ്യത്യാസം എന്ന് പറയുന്ന പലതും വേദപുസ്തകം നിർമൂലമാക്കിയിരിക്കുന്നു എന്ന കാര്യമാണ് നാം മനസ്സിലാക്കാനുള്ളത്. ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിട്ട് പോലും മാനസാന്തരപ്പെട്ടു എന്ന് സ്വയം പറയുന്ന, അവകാശപ്പെടുന്ന ആളുകൾ പോലും അന്ത്യകാലത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, യഹൂദർ അല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്നും വരുത്തും എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാതിരിക്കവേ രക്ഷിക്കപ്പെട്ടവരെന്ന് കളവായി പറയുന്ന ചിലരെ ദൈവത്തിന്റെ സഭയിൽ നിന്നല്ല സാത്താന്റെ പള്ളിയിൽ നിന്നും വരുത്തും എന്ന് വാസ്തവമായി വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. സ്തോത്രം. വിശുദ്ധരല്ലാതിരിക്കവേ വിശുദ്ധന്മാർ എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ആളുകളെ സാത്താന്റെ പള്ളിയിൽ നിന്ന് കർത്താവ് വരുത്തും. മാനസാന്തരപ്പെട്ടവരെന്ന് സ്വയം നടിച്ച് ജീവിക്കുന്ന ആളുകളെ സാത്താന്റെ പള്ളിയിൽ നിന്നും ന്യായവിധിക്കായി ദൈവം കൂട്ടിച്ചേർക്കും എന്നെഴുതിയിരിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ വ്യത്യസ്തത എല്ലായിടും ചൂണ്ടിക്കാണിക്കുമ്പോ ദൈവത്തിന്റെ വചനം വളരെ സവിസ്താരമായി പറയുന്നതാണ്, ലോക ജനത ഒരുവനിൽ നിന്ന് വന്നുവെന്നും മനുഷ്യവർഗം മുഴുവൻ ഒരേ കാറ്റഗറിയിൽപ്പെട്ടവരാണെന്നും ഒരേ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും അവരുടെ ഇടയിൽ ഒരു വ്യത്യാസമില്ല, ദൈവത്തിന്റെ സഭ ഒരു വ്യത്യാസവും കൽപ്പിക്കരുത് എന്ന് പറയുന്നതാണ് ഈ വേദഭാഗം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ മനസാക്ഷികൾ ചിലപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തയായി കൂടി വന്നേക്കാം. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ലോക ജനതയിൽ ഒരു വ്യത്യാസവുമില്ല. ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ എന്തിന് സാറ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ നാം വ്യത്യസ്തരായിരിക്കണം എന്ന് പറഞ്ഞത്? സ്തോത്രം. അതാണ് ഞാൻ പറയാൻ ഇനി പോകുന്നത്. നാം വ്യത്യസ്തരായിരിക്കണം ലോക ജനതയിൽ നിന്നും. ഹല്ലേലൂയ. ലോക ജനതയിൽ ഒരു വ്യത്യാസമില്ല, പക്ഷെ ദൈവത്തിന്റെ മക്കളിൽ വ്യത്യസ്തത കാണുന്നു. സ്തോത്രം. എന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടോ അന്ന് മുതൽ അവൻ വേർപെട്ടവനാണ്. അന്ന് മുതൽ അവൻ വിളിക്കപ്പെട്ടവനാണ്. അന്ന് മുതൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. പാപഭംഗിലമായ നശിച്ചു പോകുന്ന ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും നശിക്കാത്ത നിത്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളും 7-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോഴും നാം വ്യത്യസ്തരായിരിക്കണം എന്നെഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ ഉടുക്കുന്നത് പോലെ ഉടുപ്പിടാനോ, മറ്റുള്ളവർ നടക്കുന്നത് പോലെ നടക്കാനോ, മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ സംസാരിപ്പാനോ, മറ്റുള്ളവർ നോക്കുന്ന പോലെ നോക്കാനോ, മറ്റുള്ളവർ പിരിയം പഠിക്കുന്ന പോലെ പിരിയം പഠിക്കാനോ, മറ്റുള്ളവർ തലമുടി കെട്ടുന്ന പോലെ തലമുടി കെട്ടാനോ, മറ്റുള്ളവർ ചപ്പലിടുന്ന പോലെ ചപ്പലിടാനോ, മറ്റുള്ളവർ നടക്കുന്ന പോലെ നടക്കാനോ ഒന്നും ദൈവജനത്തിന് അനുവാദമില്ല. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലെ കണ്ടാൽ അവരുടെ പുറം കൊണ്ട് ഒരു ദൈവ പൈതലാണെന്ന് സ്ഥിരീകരിക്കണം മറ്റുള്ളവർ. ഹല്ലേലൂയ. 2, പുറം ലോകത്തിലുള്ളവർ അഥവാ ലോകക്കാർ ഒരു ദൈവ പൈതലെ കണ്ടാൽ അവിടെ പെരുമാറ്റങ്ങൾ കണ്ട് നാം വ്യത്യസ്തരാകുന്നു എന്ന് അവർ മനസ്സിലാക്കണം. സ്തോത്രം. ലോക ജനത നമ്മെ കണ്ടാൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് വ്യത്യാസമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ജീവിത ശൈലിക്ക് വ്യത്യാസമാണ് എന്ന് മനസ്സിലാക്കണം. നാം ഈ ലോകത്തുനിന്ന് വേർപെട്ട് ജീവിക്കുന്ന ഒരു സെക്റ്റാണെന്ന്, ഒരു സമൂഹമാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ ആൾക്കാർ, ലോകത്തിലെ എത്രയോ സമൂഹങ്ങൾ ഞങ്ങൾ ദൈവത്തിന്റെ ആൾക്കാരാകുന്നു എന്ന് സ്വയം പുകഴ്ന്ന് നടക്കുമ്പോ വാക്കിനാലും പ്രവൃത്തിയാലും പെരുമാറ്റത്താലും ജീവിതത്താലും അകമേയും പുറമേയും ഒരു ദൈവ പൈതലാണെന്ന് തെളിയിച്ച് നടക്കാൻ ദൈവം വേർതിരിച്ച മാതൃകാപരമായ ഒരു സമൂഹമാണ് ദൈവത്തിന്റെ സഭ. വ്യത്യസ്തത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന്റെ സഭ ഭൂമിയിലുണ്ടെന്ന്. ജീവനുള്ള സഭ, പ്രാദേശിക സഭ ഇന്ന് ഭൂമിയിലുണ്ട്. ഇന്ന് ഭൂമിയിലുള്ള സഭ ഈ വ്യത്യാസം ഹേതുവായി ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോക ചരിത്രം പഠിച്ചാൽ ദൈവസഭ എന്തുകൊണ്ട് ഉപദ്രവിക്കപ്പെട്ടു? The church was actually distinctive from other all sects. മറ്റെല്ലാ സമൂഹങ്ങളിൽ നിന്നും ശരിക്കും വെണ്മയാർന്ന വ്യത്യസ്തത ദൈവസഭ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കിപ്പോ യേശു കർത്താവ് എല്ലാ കർത്താക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു കർത്താവാണെന്ന് പറഞ്ഞാൽ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. നമ്മുടെ വ്യത്യാസം മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷപ്പെടാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ വേറെ ഒരു നാമമില്ല എന്ന് ഉറക്കെ പറയുമ്പോഴാണ് വ്യത്യാസമുണ്ടാകുന്നത്. സ്തോത്രം. അങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ്. അങ്ങനെയല്ല ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയാണ്. അങ്ങനെയല്ല നോക്കേണ്ടത്, ഇങ്ങനെയാണ്. അങ്ങനെയല്ല നടക്കേണ്ടത്, ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയപ്പോഴാണ് ലോക ജനതയ്ക്ക് കയറി കൊള്ളുന്നത്. ഹല്ലേലൂയ. അപ്പോഴാണ് ഉപദ്രവിക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്റെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ എല്ലാ നിലയിലും യേശു വ്യത്യസ്തനായിരുന്നു. ഹല്ലേലൂയ. ലോക ജനത ഒരു വ്യത്യാസവും അവരുടെ ഇടയിലില്ല. ഈ ഹൈറാർക്കിക്കൽ സിസ്റ്റം പറയുന്ന മുഴുവൻ മിഥ്യയാണ്, കള്ളമാണ്, വിഡ്ഢിത്വമാണ്. ഇറ്റ്സ് എ ഫൂളിഷ്നെസ്. ഹല്ലേലൂയ. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് ദൈവജനത്തിനാണ്. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ ഇടയിൽ വ്യത്യാസമില്ല, ദൈവജനത്തിന് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ ഇടയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തകരാറാണ്. ഹല്ലേലൂയ. ആമേൻ. രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് കടന്നു വരുന്ന ഏതൊരു ദൈവ പൈതലും സ്തോത്രം അതുപോലെ വന്ന പ്രിയപ്പെട്ടവർക്ക് സമാനമാണ്, സാദൃശ്യമാണ്. രക്ഷ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. 2, വിശ്വാസത്തോടെ സ്നാനപ്പെട്ട്
വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ സ്നാനപ്പെടാത്ത പള്ളിക്കാരോടും സ്നാനപ്പെടാത്ത അപ്പനോടും സ്നാനപ്പെടാത്ത അമ്മയോടും നാം തുല്യരാണ് എന്നൊരിക്കലും കരുതരുത്. നാം വ്യത്യസ്തരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. നാം സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ സ്നാനമേറ്റ് രക്ഷിക്കപ്പെടാത്ത ആളുകളുമായി നാം തുല്യമാണ് എന്ന് കരുതുന്നത് തെറ്റാണ്. നാം വ്യത്യസ്തരാണ്. സ്തോത്രം. അന്ന് മുതൽ വ്യത്യസ്തമായ ഒരു ചുവട് വയ്ക്കണം. അതുകൊണ്ടാണ് അന്നത്തെ ആളുകളെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിൽ കയറ്റാത്തത്. ഒരു കാലഘട്ടം അങ്ങനെ ഉണ്ടായിരുന്നു. സ്നാനപ്പെട്ടവരെ ഇറക്കി വിട്ടിരുന്നു. സ്നാനപ്പെട്ടവരുടെ ദാമ്പത്യ ജീവിതങ്ങൾ പോലും തകർന്നു പോയിട്ടുണ്ട്. ജോലി സ്ഥലങ്ങളിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. അവർ താമസിക്കുന്ന വീട് മറ്റുള്ളവർ കയ്യേറിയിട്ടുണ്ട്. സ്നാനപ്പെട്ട് കയറിയപ്പം ഒരു സഹോദരനെ കൈയും കാലും അടിച്ചു ഓടിച്ച് അവന്റെ കണ്ണിലും വായിലും മൂക്കത്തും ഒക്കെ കാന്താരി മുളക് അരച്ച് തേച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇങ്ങനെ ധാരാളം പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, വൺ ഹൂ ഈസ് ബാപ്റ്റൈസ്ഡ് ഹി ഈസ് ഡിഫറന്റ്. അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ഹല്ലേലൂയ. വളരെ കാര്യമായിട്ട് ഓർക്കണം. ഇങ്ങനെ സഹനശക്തിയോടെ നിന്നെങ്കിൽ മാത്രമേ യേശു പറഞ്ഞ വാക്കിനാൽ നാം രക്ഷപ്പെടുകയുള്ളൂ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഈ അടിച്ച് ഓടിച്ച് കാന്താരി മുളക് കണ്ണി തേപ്പിച്ച് മൂക്കി തേപ്പിച്ച് വായി തേപ്പിച്ച് ഇങ്ങനെ ദണ്ഡനങ്ങൾ അനുഭവിച്ചവർക്കുള്ള ഭാഗ്യപദവിയും ഇത് ചെയ്തവർക്കുള്ള കഷ്ടതയും അരിഷ്ടതയും ശിക്ഷയും എത്ര ഭയാനകമായിരിക്കും എന്ന് നാം വളരെ കാര്യമായിട്ട് ഓർക്കണം. തലമുറ തലമുറ തലമുറയായി അവന്റെ കുടുംബത്തിൽ ദൈവം അയക്കുന്ന ശിക്ഷണങ്ങൾക്ക് ഒരിക്കലും വർണ്ണിക്കാൻ പറ്റൂല. സ്തോത്രം. ആമേൻ. ജീസസ്. ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സഹോദരൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ സഹോദരൻ അവിസ്മാരമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പലർക്കും പലവിധ രോഗങ്ങൾ. ഒരാൾക്ക് ഭ്രാന്താണ്, ഒരാൾക്ക് ബോധമില്ലാതെ മദ്യപിക്കും. അവിടെ അച്ഛനെ കുത്തിക്കൊന്നു. ദാരുണമായ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ആ വീട്ടിൽ നിന്ന് അവിസ്മാരം പിടിച്ച് നിലത്തു വീഴുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടായ്മ വന്നു. ശക്തമായി പ്രാർത്ഥിച്ചു. വീണ്ടും പ്രാർത്ഥിച്ചു. വീണ്ടും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രം ഒരു വിടുതൽ ഉണ്ടാകും. അല്ലാത്ത സമയത്ത് വീണ്ടും ശകലം ദൈവകൃപയെന്നും തെന്നി മാറിയാൽ, ഒരു ശകല അവിശ്വാസമോ ആശങ്കയോ നിരാശയോ വന്നാൽ, ചെറിയൊരു ഡിപ്രഷൻ വന്നാൽ ഉടനെ അവിസ്മാരം വരും. സഹോദരം, ഞാൻ അവനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് സുവിശേഷ ഘോഷണത്തിന് പോകും. പാപ്പനും കൂടെ ഈ രാജേഷ് ബ്രദർക്ക് താമസിക്കുന്ന തൊട്ടടുത്ത് ഒരു വീട്ടിൽ ഞാൻ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വയോവൃദ്ധനായ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. ആ അപ്പച്ചനോട് ഞാൻ ചോദിച്ചു, അപ്പച്ച, ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയുണ്ട്? ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളിവിടെ വന്ന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അപ്പച്ച ഇങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു കത്തോലിക്ക പിതാവാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായ പീഡനങ്ങളെ കുറിച്ച്, ആ കത്തോലിക്ക സഭയ്ക്കെതിരെ ഉണ്ടായ ഉപദ്രവങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്തിരുന്ന ആ സഹോദരനോട് ഈ അപ്പച്ചൻ ചോദിച്ചു, ഇദ്ദേഹം ആരാ എന്ന് ചോദിച്ചു. അദ്ദേഹം പാപ്പനംകോടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനെല്ലാം പാപ്പനംകോടുകാരാണ്. സ്തോത്രം. അപ്പൊ അദ്ദേഹം വീട്ടുപേരും ഒക്കെ പറഞ്ഞപ്പം ഈ അപ്പച്ചൻ പറഞ്ഞു, ഇവന്റെ അപ്പൻ്റെ അപ്പനാണ് ഇവിടെ വന്ന കന്യാസ്ത്രീമാരെയും സഭാപിതാക്കന്മാരെയും അടിച്ചോടിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നെഞ്ചത്ത് കൈവച്ചു. എൻ്റെ ദൈവമേ, ഇവൻ അവിസ്മാരം, ഇവൻ ചേട്ടൻ്റെ ഭ്രാന്ത്, ഇവൻ്റെ മറ്റേ ചേട്ടൻ കുടിച്ചു കൂത്താടി നശിച്ചു, ഇവൻ്റെ അപ്പനെ കൂത്തിക്കൊന്നു. സ്തോത്രം. ഇത്രമാത്രം ദാരുണ സംഭവങ്ങൾ നടന്നു. ഇപ്പോഴും അവൻ ദൈവകൃപയിലല്ലാതെ നിലനിൽക്കാൻ കഴിയുന്നില്ല. വിശ്വാസത്തിൽ വന്നിട്ട് പോലും വിശ്വാസത്തിൽ അല്പം പതറിയാൽ മാരകമായ അടി ആ കുടുംബത്തിനെതിരെ മാമി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? ഏതെങ്കിലും ഒരു ദൈവ പൈതലിനെ തൊട്ടാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പിശാചും നിന്നെ ഉപയോഗിക്കാം. ഹല്ലേലൂയ. ആർക്കോ വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്.
സാത്താൻ നിന്നെ ഉപയോഗിക്കാം, കൈകാലുകൾ അടിച്ചോടിക്കാം, കാന്താരി മുളക് കണ്ണി തയ്ക്കാം, ആരാധനയ്ക്കെതിരെ വാളെടുക്കാം, ആരാധനയ്ക്കെതിരെ പുറപ്പെടാം. പക്ഷേ ദൈവത്തിന്റെ കരം നിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും എന്ന കാര്യം നീ മറക്കരുത്. ഹല്ലേലൂയ. അത് സന്തതികളുടെ മേൽ പരമ്പരമായി ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മാർഗമാണ് 1-ാം നൂറ്റാണ്ട് മുതൽ പെന്തക്കോസ്ത് മാർഗം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പുലർന്നിരുന്ന ആവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരും ആത്മാ വന്നു, പരിശുദ്ധാത്മ നിറഞ്ഞവരായി. അവർ അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങി. ഈ അന്യഭാഷയുള്ള ആരാധന ആകാശത്തിൽ ഞങ്ങളുടെ കർത്താവ് വരുന്നത് വരെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭയ്ക്കെതിരെ ദേശത്തുനിന്നും അകത്തുനിന്നും പുറത്തുനിന്നും എതിരായി എഴുന്നേൽക്കുന്ന പൈശാചിക കരകൾ ബന്ധിക്കപ്പെടാൻ നാം വ്യത്യസ്തരായിരിക്കുന്നത് കൊണ്ട് ഊങ്കാര ശബ്ദത്തോടെ എതിർത്ത് വരുന്ന അന്ധകാര വ്യാപാരികളെ, പാതാള ശക്തികളെ യേശുവിന്റെ നാമത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ബൈൻഡപ്പ് ചെയ്താട്ടെ. ഉദാരബാദി ഖദുരബലരിബലദിയ ശുവരബലബര ഹൗദബരബലരിബലബ ശംദരബലരുബലദിയ ദുരബലബലബരബ ശബരബല ഹൗദബരബലരിബലരുഗരബദദിബലരബ അബിരബലബലബലബ ശബരബല ഹൗദബരബലരിബലബ ശബരബലദിയ ദുരബലബലബലബ ശബരബലരിബലബ ശബരബലരിബലദിയ അദുരബലബലബലബ ശംദരബല ഹൗദബലരിബലബ ശരലരബലദിയ. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി മർക്കോസിന്റെ മാളികയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവസഭയ്ക്കകത്ത് ശക്തിയോടെ വ്യാപരിപ്പാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വലിയ ശക്തിയോടെ. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയുടെ വ്യത്യസ്തത, നമ്മുടെ സംസാര ശൈലിയുടെ വ്യത്യസ്തത, നമ്മുടെ വിശ്വാസത്തിന്റെ വ്യത്യസ്തത, നമ്മുടെ ജീവിത ശൈലിയുടെ വ്യത്യസ്തത മറ്റുള്ളവർക്ക് അരോചകമായി തോന്നിപ്പിക്കാതെ അവൻ ആളുകളെ ഉപയോഗിക്കാതിരിപ്പാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാ പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് കുടുംബങ്ങൾക്കും എതിരെ വരുന്ന എല്ലാ എതിർപ്പിന്റെ വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ബൈൻഡപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. In the name of Jesus. രണ്ടാമത്തെ സംഗതി നിങ്ങൾ മനസ്സിലാക്കൂ, ദൈവ തേജസ് ഉള്ളവരായി മാറുക. ഹല്ലേലൂയ. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം ഒടുവിലത്തെ വാക്യം വായിച്ചാൽ ഇങ്ങനെ കാണുന്നു, ആദം ദൈവത്തിന്റെ മകൻ. സ്തോത്രം. വാസ്തവത്തിൽ തേജസ് എന്ന് പറയുന്നത് ഇറങ്ങി വരുന്ന ശോഭയോ സൂര്യന്റെ വെളിച്ചമോ പെട്ടെന്നുണ്ടാകുന്ന ലൈറ്റോ, നമ്മൾ പടത്തിൽ കാണുമ്പോൾ ബാക്കിൽ കാണുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ടല്ലോ, യേശുവിന്റെ തലയ്ക്ക് കീഴിൽ ആളുകൾ വരച്ചു വച്ചിരിക്കുന്ന ഒരു ശോഭയാർന്ന ഒരു സംഗതിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇതൊന്നുമല്ല. ദൈവത്തിന്റെ ശോഭ, ദൈവത്തിന്റെ മഹത്വം, തേജസ് എന്നൊക്കെ പറയുന്നത് അവന്റെ പുത്രനാണ്. ഹല്ലേലൂയ, ജീസസ്. എൻ്റെ തേജസ്, എൻ്റെ മഹത്വം, എൻ്റെ ഗ്ലോറി എന്നൊക്കെ പറയുന്നത്, ഇനി വന്നേ മക്കളെ, ജീസസ്. ഞാൻ ഭൂമിയിലായാലും ഞാൻ സ്വർഗത്തിലായാലും ഇവനേക്കാൾ എനിക്ക് വേറെ ഒരു മഹത്വമില്ല. പറഞ്ഞ മനസ്സിലായോ? ജീസസ്. ഇതാണ് എൻ്റെ മഹത്വം. ഇങ്ങനെയാണ് ദൈവം ആദമിനെ ഉണ്ടാക്കിയത്. അതാണ് മഹത്വം, തേജസ് അതാണ്. ശരി മക്കളെ, അതുകൊണ്ട് ഈ ദൈവപുത്രത്വം എന്ന മഹത്വം ആദം പാപം ചെയ്തപ്പോ ആദമിന് നഷ്ടപ്പെട്ടു. അതാണ് പറയുന്നത്, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു, പുത്രത്വം നഷ്ടപ്പെട്ടു. പുത്രത്വം നഷ്ടപ്പെട്ടതോടുകൂടെ സ്വർഗം നഷ്ടപ്പെട്ടു, മാനവകുലത്തിന് ദൈവരാജ്യം നഷ്ടപ്പെട്ടു. പുത്രത്വം നഷ്ടപ്പെട്ടതോടുകൂടെ ദീർഘായുസ് പോയി. പുത്രത്വം നഷ്ടപ്പെട്ടതോടുകൂടെ ആരോഗ്യം പോയി. രോഗങ്ങളായി, ദുരിതങ്ങളായി, അസ്വസ്ഥതകളായി, മരണമായി, വ്യാധികളായി, നരകമായി മാറി. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ പുത്രത്വത്തിലേക്ക് മടങ്ങി വരുമ്പോ
ആ പുത്രന് ലഭിക്കേണ്ട സകല നന്മകളും അനുഗ്രഹങ്ങളും ആ മനുഷ്യനിൽ ദൈവം നിറഞ്ഞ നിറവിൽ കൊടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 1:14 വാക്യത്തിൽ ഉറക്കെ എഴുതിയിരിക്കുന്നത്, അവന്റെ തേജസ്, ദൈവപുത്രനായ യേശുവിന്റെ തേജസ് പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ 1 യോഹന്നാന്റെ ലേഖനം 3:2 വാക്യം വായിച്ചു നോക്കൂ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞിട്ട് താഴെ 2 വാക്യത്തിൽ പറയുന്നു, പ്രിയമുള്ളവരെ, കർത്താവായ യേശു താൻ പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനോടുകൂടെ സദൃശ്യന്മാരാകും. ഹല്ലേലൂയ. നിങ്ങൾ 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 6:15 വാക്യം വായിച്ചു, 15 മുതൽ വാക്യങ്ങൾ വായിച്ചു നോക്കൂ. ആ ഭാഗം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എനിക്ക് പുത്രന്മാരും നിങ്ങൾ എനിക്ക് പുത്രിമാരുമാകും എന്നെഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിന്റെ തേജസ്സുള്ളവരായി മാറുക എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ പുത്രന്മാരായി മാറുക. You are the sons and daughters of God. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ സ്റ്റാറ്റസ് നമുക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത് മടക്കി വിളിക്കണം, ഇന്നത് മടക്കി കൊണ്ടുവരണമെന്ന് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 1, നാം വ്യത്യസ്തരായിരിക്കുക. 2, നാം തേജസ്സുള്ളവരായി മാറുക. 3ാമത്തെ സംഗതി ഞാൻ കമ്പിവാചകത്തിൽ പറയാം, കുറ്റവിമുക്തരായിരിക്കുക. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ മുദ്രയേറ്റ് ഒരു കർത്താവിന്റെ ശിഷ്യനായി സുവിശേഷ വില കൈത്താങ്കൾ കൊടുത്ത് ഒരു ദൈവ പൈതൽ മുന്നോട്ട് കടന്നു വരുമ്പോ ആ മനുഷ്യനിൽ ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് പൂർണ്ണമായും ആ വ്യക്തിയെ കുറ്റവിമുക്തനാക്കും. പ്രത്യേക ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ, വലിയ ശക്തിയോടുകൂടി ആത്മാവ് ഇറങ്ങി വസിക്കുമ്പോൾ വാസ്തവത്തിൽ പൂർണ്ണമായും അവനെ കുറ്റവിമുക്തമാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ആയിരിക്കുന്നവരിൽ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ വന്നുപോയ പിഴകളോ വന്നുപോയ കുറ്റങ്ങളോ കുറവുകളോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കർത്താവേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്, നിന്റെ ആത്മാവിനാൽ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവരെ പൂർണ്ണമായും ദൈവം കുറ്റവിമുക്തരാക്കി മാറ്റും. അവരെ കുറ്റവിമുക്തരാക്കി മാറ്റി എന്നതിന് 2 പ്രധാന തെളിവുണ്ട്. 1, അവരുടെ മേൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കാണത്തക്കവണ്ണം കേൾക്കത്തക്കവണ്ണം ശരീരത്തുനിന്ന് പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. അവർ കുറ്റവിമുക്തരായി തീർന്നു എന്നതിന് മറ്റൊരു തെളിവ്, 5 താലന്ത് കിട്ടിയവൻ 5 കൂടെ നേടിയതുപോലെ, 2 താലന്ത് കിട്ടിയവൻ 2 കൂടെ നേടിയതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ കുറ്റവിമുക്തന്മാർ മുന്നോട്ട് കടന്നു വരും. ഹല്ലേലൂയ. ഇപ്പോഴും കുറ്റങ്ങളാൽ നിറയപ്പെട്ട്, നമ്മെ പാപങ്ങളാൽ നിറയപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടിരിക്കുന്ന ആരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. സ്തോത്രം. ഇക്കാര്യം നാം വളരെ കാര്യമായിട്ട് ഓർക്കണം. ഞാൻ കുറ്റവിമുക്തമായി തീർന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. അതോ പാപത്തിന്റെ ലേശങ്ങളാൽ ഞാനിപ്പോൾ ക്ലേശം അനുഭവിക്കുകയാണോ? ഇന്ന് പകൽക്കാലം ദൈവസന്നിധാനത്തിലേക്ക് ഏൽപ്പിച്ച് ഈ ലോകത്ത് ജീവിക്കുന്ന കാലമൊക്കെ ഞാൻ വ്യത്യസ്തത ഉള്ളവളായിരിക്കും, ഞാൻ വ്യത്യസ്തത ഉള്ളവനായിരിക്കും. ദൈവ തേജസ് ഉള്ളവനായിരിക്കും, ഞാൻ കുറ്റവിമുക്തനായിരിക്കുമെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ഉഭയസമ്മതം ചെയ്തുകൊണ്ട് അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക്, ഹല്ലേലൂയ, നിങ്ങളെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, നിന്റെ കരം നിന്റെ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടപ്പാ. ഇറങ്ങി വരട്ടെ, 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 ഇറങ്ങി വരട്ടെ. ആത്മാവിന്റെ നല്ല ദാനങ്ങൾ യേശുവിന്റെ നാമത്തിന് കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നിത്യരക്ഷയുടെ ശക്തിക്കുള്ളിലും നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഭൂമിയിൽ പാർക്കുന്ന കാലമൊക്കെ നിന്റെ മക്കൾ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തരായിരിക്കുവാൻ, ലോക ജനതയിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുവാൻ കർത്താവേ, ഇപ്പോൾ ദൈവത്തിന്റെ കൃപ തന്റെ മക്കളുടെ മേൽ വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ നടപ്പിലും പോക്കിലും വരവിലും കൊടുക്കൽ വാങ്ങലും സംസാരത്തിലും ഇടപാടുകൾ പെരുമാറ്റങ്ങളിൽ നോട്ടങ്ങളിൽ കർത്താവേ, ജീവിതത്തിന്റെ എല്ലാ ചര്യകളിലും യേശുവിന്റെ നാമത്തിൽ, ഓ യുവർ പീപ്പിൾ മസ്റ്റ് ബി ഡിഫറന്റ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നിന്റെ ജനം വ്യത്യസ്തരായിരിക്കാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ കോളേജുകളിൽ വ്യത്യസ്തരായിരിക്കാൻ യേശുവിന്റെ നാമത്തിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ജോലിയിടങ്ങളിൽ പോകുന്നിടത്തൊക്കെയും അവർ വ്യത്യസ്തരായിരിക്കാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവരുടെ വ്യത്യസ്തത കണ്ടുകൊണ്ട് ഉപദ്രവിക്കപ്പെടുമ്പോൾ, അവരുടെ വ്യത്യസ്തത കണ്ടുകൊണ്ട്
അവരെ നിന്ദിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, ഓ ദൈവം അവിടെ ഉണ്ടെന്നറിഞ്ഞ് ദൈവത്തിന്റെ ദൂതന്മാരെ വരെ കാവലാക്കി.